Hi dears, welcome back to our family. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ദിവസമായിട്ട് എടുത്തു വെച്ചൊരു വീഡിയോ ആണ് കേട്ടോ ഇന്ന് പോസ്റ്റ് ചെയ്യാൻ പോണത്. കാര്യം ഇന്ന് ഞങ്ങളുടെ അമ്പലത്തിൽ ഉത്സവമാണ്. അപ്പം ഇന്ന് അതിൻ്റെ വ്ലോഗ് എടുക്കണം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കണേ, പറ്റുന്നുണ്ടെങ്കിൽ അതിൻ്റെ വ്ലോഗ് കൂടെ എടുക്കാം കേട്ടോ. ആക്ച്വലി ഞാനിത് മെനഞ്ഞാന്നത്തെ ദിവസത്തിൻ്റെ വീഡിയോ ആണ് ഇന്ന് പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. കാര്യം അന്ന് ഞാൻ ഇൻട്രോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. മെനഞ്ഞാന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10th ഞങ്ങളുടെ അമ്പലത്തിൽ 10th ഉത്സവം, അതായത് 8ാം തീയതി ആയിരുന്നു. ഇന്നിപ്പോൾ 10th ആണ് കേട്ടോ, 10ാം തീയതിയാണ്. അപ്പോൾ ഇന്നായിരിക്കും ഞാൻ പോസ്റ്റ് ചെയ്യാൻ പോണത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നമ്മൾ വീഡിയോ തുടങ്ങുന്ന സമയത്ത്, അല്ലെങ്കിൽ കുറേ ദിവസം മുമ്പ് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ വീട്ടിലല്ല, നമ്മുടെ നാട്ടിൽ ഉത്സവം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ അമ്പലത്തിൽ ആനേനെ ഇറക്കുന്നുണ്ട് എന്ന്. അപ്പം ഞങ്ങൾ ഇന്ന് ആനേനെ മേടിച്ച വീഡിയോ ആണ് പോസ്റ്റ് ചെയ്യാൻ പോണത്. മേടിച്ചു മീൻസ് അമ്പലത്തിലേക്ക് വേണ്ടിയിട്ട് നേർച്ചയായിട്ട് ഒരു ദിവസത്തേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് നമ്മൾ ഇന്ന് കാണാൻ പോണത്. അപ്പം അതിൻ്റെ വീഡിയോസ് ഞാൻ അധികം സോറി കേട്ടോ, ചുമയാണ്, എനിക്ക് അലർജി എന്തോ ആണെന്ന് തോന്നുന്നു. ഇപ്പോൾ ഹോസ്പിറ്റലിൽ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ഹോസ്പിറ്റലിൽ പോയി, നാളെയും പോകണം. പനിയില്ല, ചുമ. ഉള്ളിലെന്തോ എനിക്ക് തോന്നുന്നു എന്തോ പെറ്റിൻ്റെ പൂടെ ആയിരിക്കാം, പൂച്ചേൻ്റെ പൂടെയൊക്കെ ഉള്ളിലുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ആസ്മ പോലെയൊക്കെ ഉണ്ടാവും, ചുമയൊക്കെ ഉണ്ടാവും, അലർജി ഉണ്ടാവും. ഡോക്ടർ ചോദിച്ചത് പൂച്ചയോ ലവ് ബേർഡ്സും ഉണ്ടോയെന്നായിരുന്നു. അപ്പോൾ വീട്ടിൽ ലവ് ബേർഡ്സ് ഇല്ല, പക്ഷെ ഡോഗ് ഉണ്ട്. ഗോകുൻ്റെ അങ്ങ് ക്യാറ്റും ഉണ്ട്. അപ്പോൾ ഡോഗിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, ഡോഗ് ഉണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേന് അതിൻ്റെ കാര്യം കുഴപ്പമില്ല പറഞ്ഞു. എന്താണെന്ന് അറിയത്തില്ല. എന്തായാലും ശനിയാഴ്ച ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്, വ്യാഴാഴ്ച ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്, പിന്നെ ശനിയാഴ്ച ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. ഉള്ളിൽ സ്കാൻ ചെയ്യണം, ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. എക്സ്റേ ഒക്കെ എടുത്തു, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതാണ് കുറേ ദിവസം ഒരു വീഡിയോ ഒന്നും ഇല്ലാണ്ടിരുന്നത്. ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ കാണാം. പിന്നെ ഞാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഇന്ന് ഞങ്ങളുടെ ഉത്സവത്തിൻ്റെ വീഡിയോ എടുത്ത് വയ്ക്കാം, അത് നാളെ പോസ്റ്റ് ചെയ്യാം. നാളെ ഇനി ഇവിടുത്തെ ഗോസുലകാവ് ഉത്സവമാണ്. അപ്പോൾ എല്ലാം കാണിച്ചു തരാം. ചേച്ചി ബിരിയാണി കൊടുത്തുവിട്ടിട്ടുണ്ട്. ഇന്ന് പെരുന്നാൾ നമ്മളെ ചേച്ചി അതിൻ്റെ എന്തോ ഒരു നേർച്ചേൻ്റെ ഫുഡ് കൊടുത്തുവിടുന്നു. ഒരു 10 പൊതി മട്ടൻ ബിരിയാണി കൊടുത്തു. അപ്പൊ ശരി, നമുക്ക് വീഡിയോ കാണാം. പിന്നെ ഇന്നത്തെ പറ്റുമെങ്കിൽ ഇന്ന് ഫുഡ് കഴിച്ചു മടുത്ത്. ഇന്ന് ഉച്ചക്ക് ഇവിടെ പോയിച്ചു. ഞാൻ വൈകിട്ടാട്ടോ ഭയങ്കര ടയർഡാണ്, എനിക്ക് തീരെ വയ്യ. ചിക്കന് ആ ചേച്ചി ഒറ്റക്ക ഫുഡ് ഉണ്ടാക്കിയത്. ചിക്കനും ചോറും ഉണ്ടാക്കി. ഇപ്പം മട്ടൻ വരുന്നുണ്ട്. ആ മട്ടനൊക്കെ കഴിച്ച് സെറ്റ്. എന്തോ ആടാ? ആ നിങ്ങൾ ആദ്യം കേട്ട സൗണ്ട് എൻ്റെ ഫ്രണ്ട് അനന്തുൻ്റെ ആണ് കേട്ടോ. അവർ ആനയെ കൊണ്ടുവന്ന് നിർത്തിയതിന് ശേഷം ബാക്കി കാര്യങ്ങളൊക്കെ തിരക്കാനും അതുപോലെ തന്നെ വൈകുന്നേരം 5 മണിക്ക് മുമ്പിൽ എത്തണം എന്ന് പറയാൻ വേണ്ടിയിട്ട് പോയാണ്. അതിന് മുമ്പ് തന്നെ നമ്മുടെ ചമയങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ആനേനെ ഒരുക്കാനുള്ള ചമയങ്ങളും അതുപോലെ തന്നെ തേൻ്റെ ഫ്ലോട്ട് വന്നിട്ടുണ്ട്. ഫ്ലോട്ട് ഇറക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഉത്സവത്തിന് നേർച്ചയായിട്ട്. എൻ്റെ അമ്മയുടെ നേർച്ചയായിരുന്നു ഫ്ലോട്ട്. ഇപ്പോൾ ആനയും ഫ്ലോട്ടും ഒക്കെ വന്നുകൊണ്ടിട്ട് തന്നെ വീടിനടുത്തൊക്കെ ഉള്ളവരൊക്കെ കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. രസമായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ഫുഡിൻ്റെ കാര്യം പറയാനാണെങ്കിൽ ഉണ്ടല്ലോ, നോർമലി വീട്ടിൽ എന്ത് ഫംഗ്ഷൻ ഉണ്ടെങ്കിലും ഞങ്ങളുടെ വല്യമ്മച്ചിയാണ് ഉണ്ടാക്കാറുള്ളത്. പക്ഷേ ഇപ്രാവശ്യം എന്ന് പറഞ്ഞാൽ വല്യമ്മച്ചിയുടെ മോളുടെ ഡെലിവറി കഴിഞ്ഞു. ആൺകുട്ടിയാണ് കേട്ടോ. ഞങ്ങളുടെ കുടുംബത്തിലേക്ക് ഒരു അടുത്ത ബേബി കൂടെ വന്നിട്ടുണ്ട്, മോനാണ്. അപ്പം നമുക്ക് സത്യം പറഞ്ഞാൽ പോലെയാണ് കേട്ടോ. പോലെ മീൻസ് 16 ദിവസത്തേക്ക് പോലെ ഉണ്ടാവും കുട്ടി ജനിച്ചാൽ. പലയിടത്ത് പല രീതിയാണ്. ചിലർക്ക് 7 ദിവസം, ചിലർക്ക് 11, ചിലർക്ക് 16, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. സത്യം പറഞ്ഞാൽ അറിയത്തില്ല എത്ര ദിവസമാണ് എന്ന്. എന്തായാലും നമ്മുടെ വീട്ടിലൊരു സന്തോഷ വാർത്ത ഞാൻ നിങ്ങളെ അറിയിച്ചിരിക്കുകയാണ്. നമ്മുടെ വാവ വന്നിട്ടുണ്ട്. ഇപ്പം 8-9 ദിവസമായിട്ടോ കുഞ്ഞ് വന്നിട്ട്. അപ്പോൾ ആനേനെ കാണിച്ചു തന്നു, ഫ്ലോട്ട് കാണിച്ചു തന്നു. ആനേനെ വീടിൻ്റെ തൊട്ടപ്പുറത്തുള്ളൊരു പറമ്പിൽ നിർത്തിയേക്കാണേ. ഞങ്ങൾ വേറൊരു പറമ്പിൽ നിർത്താൻ വേണ്ടിയിട്ടാണ് അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ വെയിലായതുകൊണ്ടിട്ട് ഈ വാഴത്തോട്ടത്തിനിടയ്ക്ക് കൂടെ അങ്ങ് പോയി. പക്ഷെ കുരുത്തക്കേടൊന്നും ഇല്ലാത്ത പാവം ആനയായിരുന്നു കേട്ടോ. അയ്യോ, ആനയുടെ പേര് മറന്നുപോയി. അയ്യോ, ഞാൻ പേര് മറന്നുപോയി. ഞാനുള്ള ആനേൻ്റെ പേര് മറന്നുപോയി. ആദികേശവൻ എന്നാണ് കേട്ടോ നമ്മുടെ ആനേൻ്റെ പേര്. അപ്പം നമ്മുടെ വീടിൻ്റെ സൈഡിൽ തന്നെ ബക്കറ്റിൽ നിന്ന് വെള്ളം കുടിക്കുകയാണ്. എന്താ നല്ല രസമായിരുന്നു, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഇനി അടുത്ത വർഷം വരെ ഉത്സവത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യണമല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു വിഷമം മാത്രമേ ഉള്ളൂ.
പെട്ടെന്ന് കഴിഞ്ഞു പോയ പോലെ കുറേ നാളുണ്ട്. സത്യം പറഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെ ഉത്സവത്തിന് ഞാൻ ക്യാരിങ് ആയിരുന്നു. ആ സമയത്ത് നമ്മൾ തെയ്യം ഇറക്കിയിട്ടുണ്ടായിരുന്നു ഉത്സവത്തിന്, ഞങ്ങളുടെ കരയിൻ്റെ ഉത്സവത്തിൻ്റെ അന്നായിട്ട്. അന്ന് ഞാൻ നേർന്നതാണ് എൻ്റെ വാവ ഒരു ആയുരാരോഗ്യത്തിന് ഉണ്ണിവാവേനെ കിട്ടാൻ വേണ്ടിയിട്ട് നേർന്നതാണ് കേട്ടോ ഇക്കൊല്ലം ആനേനെ ഇറക്കാമെന്നുള്ള കാര്യം. അങ്ങനെ കാശിക്കുട്ടൻ വന്നതിന് ശേഷം കാശിക്കുട്ടന് വേണ്ടിയിട്ടാണ് ഇപ്രാവശ്യം ആനേനെ നേർച്ചയായിട്ട് കൊടുത്തിട്ടുള്ളത്. ഇതെൻ്റെ വിശ്വാസമാണ്, എൻ്റെ ഇഷ്ടമാണ്, എൻ്റെ ആഗ്രഹമാണ്, എൻ്റെ താല്പര്യമാണ്. ഞാൻ ഒരിക്കലും ഒരാനയെ കൊടുക്കണമെന്ന്, നമ്മൾ ഒരു അമ്പലങ്ങളിലേക്ക് ഒന്നും കൊടുക്കണമെന്നൊന്നുമില്ല. പക്ഷെ നമുക്കൊരു സന്തോഷം, എൻ്റെ മനസ്സറിഞ്ഞ് എനിക്ക് ദൈവം തരുമ്പോൾ എൻ്റെ ഭഗവാന് വേണ്ടിയിട്ട് ഞാൻ സമർപ്പിക്കുന്ന എൻ്റെ ഒരു സമർപ്പണം, അത്രയേ ഉള്ളൂ. വേറെ ഒന്നും നെഗറ്റീവായിട്ടൊന്നും ആരും ചിന്തിക്കേണ്ട. ഇത് ക്യാഷുള്ളതിൻ്റെ അഹങ്കാരം ചിന്തിക്കുന്നവരുണ്ടാവാം, അങ്ങനെയൊന്നുമല്ല. എനിക്കുള്ളതിൽ പങ്ക് ഞാൻ അത് അർഹതപ്പെട്ടവർക്കും കൊടുക്കുന്നുണ്ട്, ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കുന്നുണ്ട്. അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് കേട്ടോ ഞാൻ. പിന്നെ ആനയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇത് എന്താ പറയുക, അതിൻ്റെ പേര് തണ്ണിമത്തനാണ് കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത്. മേടിച്ച് വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. തണ്ണിമത്തൻ കൊടുത്തോ കുഴപ്പമില്ല, എത്ര വേണമെങ്കിലും കഴിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ വെട്ടി തരുമായിരുന്നു. അവിടെ ആനപ്പാപ്പന്മാരുടെ കൂടെ വന്നൊരു ചേട്ടൻ തന്നെയാണ് തന്നിട്ടുണ്ടായത്. പിന്നെ നമ്മുടെ ആദികേശവൻ്റെ മെയിൻ പാപ്പൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഫ്സൽ എന്ന് പറയുന്നൊരു ബ്രോ ആണ് കേട്ടോ. ഞാനിത് സ്റ്റോറി ഇട്ട ഉടനെ ആ ബ്രോൻ്റെ വൈഫ് എനിക്ക് മെസ്സേജ് അയച്ച്, ചേച്ചി ഇതെൻ്റെ ഹസ്ബൻഡാണ് എന്നും പറഞ്ഞുകൊണ്ടിട്ട്. അന്നേരമാണ് സത്യം പറഞ്ഞാൽ നമ്മുടെ സബ്സ്ക്രൈബർ ആണ് എന്നുള്ള കാര്യം ഞാൻ അറിയുന്നത്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ആനേനെ നമ്മൾ വൈകുന്നേരം 5 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് തന്നെ പൂരപ്പറമ്പിലോട്ടല്ല പൂരപ്പറമ്പിൽ പോകാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഒരു മിനിറ്റ്, ഞാനും ഗോകും കൂടെ മഴയുണ്ട്, നല്ല മഴയുണ്ട് ഇപ്പോൾ ഇവിടെ. വേനൽ മഴയായിരിക്കും, ചൂടുള്ളതാകാൻ വേണ്ടിയിട്ടാണെന്നേ. അപ്പോൾ കാറിൻ്റെ അകത്ത് ഇരുന്നിട്ടാണ് ഞാൻ എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഗോകുൽ പേഴ്സ് എടുക്കാൻ വന്നത്, അത് എടുക്കാനായിട്ട് വന്നതാണ് കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് കാശിക്കൂട്ടിൻ്റെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇറക്കിയ തെയ്യമാണ് കേട്ടോ ഇപ്പോഴത്തെ ഈ പിള്ളേർ. ഇപ്രാവശ്യം വേറെ ആരാണ് നേർച്ച കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിള്ളേർക്ക് കണ്ടപ്പോഴേ മനസ്സിലായി, കാശിക്കൂട്ടിനെ കണ്ടപ്പോഴേ എടുത്തു. അവർ വ്രതമൊക്കെ പിടിച്ചിട്ടാണ് കേട്ടോ തെയ്യം ഇറക്കാറുള്ളത്. സോ നല്ല ഉത്സവമായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞു പോയല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു വിഷമം. ഇനിയിപ്പോൾ അടുത്ത വർഷം വരെ കാത്തിരിക്കണം. അടുത്ത വർഷം ഞങ്ങൾ നാട്ടിൽ ഉണ്ടാവില്ല, ഞങ്ങൾ പുറത്തായിരിക്കും. കാര്യം ഇനിയിപ്പം മേ ബി വിഷുവൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പോകാനുള്ള പരിപാടിയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ചമയോളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ മിക്കവാറും മെയ് ഫസ്റ്റ് വീക്ക് അല്ലെങ്കിൽ മെയ് ലാസ്റ്റൊക്കെ ആകുമ്പോഴത്തേനായിരിക്കും പോകാനുള്ളതിൻ്റെയൊക്കെ ചിട്ടവട്ടങ്ങളൊക്കെ ആവുന്നത്. സോ ഇനി പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും ഫംഗ്ഷന് മാത്രമായിരിക്കും നാട്ടിലേക്ക് വരുന്നത്. കാര്യം കടയിലെ കാര്യങ്ങളൊക്കെ അവതാളത്തിലാണ്. ഇനി എല്ലാം നമ്മൾ മുന്നത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഷോപ്പ് ഓപ്പൺ ആയതിൻ്റെ ആ സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അന്ന് തന്നെ തിരിച്ച് ഞാൻ നാട്ടിലേക്ക് പോകുന്നു. ഞാൻ അവിടെ ഉള്ള സമയത്താണ് ഓപ്പൺ ആയത്. പക്ഷേ എനിക്ക് അവിടെ നിൽക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, ഡെലിവറിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ നാട്ടിലായിരുന്നു. അപ്പോൾ ഇനി ഞങ്ങൾ പോകുമ്പോൾ വെച്ച് കഴിഞ്ഞാൽ പുതിയ ഒരു ഷോപ്പ് പോലെ തന്നെ വേണം നമ്മൾ കൈകാര്യം ചെയ്തെല്ലാം മുമ്പോട്ട് കൊണ്ടുപോകാൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ലൈഫിൽ ഞാൻ ഇനാഗുറേഷൻ അവിടെ നിന്നിട്ട് അന്നത്തെ ദിവസം തന്നെ തിരിച്ച് നാട്ടിൽ കയറി പോരുന്നതാണ്. അപ്പോൾ ഇനിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു പുതിയ ഒരു തുടക്കം പോലെ വേണം എല്ലാം കൈകാര്യം ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ഒരു മിനിറ്റ്. പിന്നെ എന്തുട്ടാ പറയുക, എല്ലാം ഉത്സവ ആഘോഷമൊക്കെ നല്ല രസമുണ്ടായിരുന്നു. എല്ലാം നമ്മൾ വിചാരിച്ചതിനേക്കായി നല്ല ഭംഗിയായിട്ട് കഴിഞ്ഞു. ഒരുപാട് കാര്യങ്ങളൊന്നും ഞാൻ കവർ ചെയ്തിട്ടില്ല. പിന്നെ ഉത്സവത്തിൻ്റെ ചെറിയ കാര്യങ്ങൾ മാത്രമേ കാണിക്കുള്ളൂ കേട്ടോ. പിന്നെ ഇക്കൊല്ലത്തെ ഉത്സവത്തിന് നമ്മൾ 7 ആനയുണ്ട്. ഞങ്ങളുടെ കണ്ടച്ചിറ കരേൻ്റെ ഭാഗമായിട്ട് 7 ആനേനെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെയാണ് എന്താ വിശേഷങ്ങൾ എന്നൊക്കെ പറയാൻ. ഗോകു, നമ്മുടെ ഉത്സവത്തിനെ പറ്റിയിട്ട് എന്താണ് നിൻ്റെ അഭിപ്രായം? ഗൂഗിൾ ബ്ലോക്കിലാണ്. ഇപ്പം നമ്മൾ വീഡിയോ ഇല്ലാത്തതിൻ്റെ മെയിൻ റീസൺ ഇതൊക്കെ തന്നെയാണ് കേട്ടോ. ഗൂഗിൾ ഫുൾ ടൈം ബിസിയാണ്. ഗൂഗിളിന് വീഡിയോയ്ക്കകത്തൊന്നും വരാനൊന്നും സമയമൊന്നുമില്ല. ബാക്കി കാര്യങ്ങൾ ഞാൻ വീട്ടിൽ ചെന്നിട്ട് സംസാരിക്കാം. അല്ലേ വേണ്ട, ഇതങ്ങ് എഡിറ്റ് ചെയ്ത് തീർത്ത് കഴിഞ്ഞാൽ എനിക്ക് സമാധാനം ഉണ്ടല്ലോ. പിന്നെ വേറെ ഒരുപാട് വലിച്ചു നീട്ടാനും കാര്യങ്ങളായിട്ടൊന്നും ഇല്ല കേട്ടോ. ഇത്രയൊക്കെ ഉള്ളൂ. നമ്മുടെ കുഞ്ഞുത്സവമല്ല, വലിയ ഉത്സവമായിരുന്നു. ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ആഗ്രഹിച്ച പോലെ സമാധാനമായിട്ട് സന്തോഷമായിട്ട് നടന്നു. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്, സന്തോഷമുണ്ട്, സമാധാനമുണ്ട്, എല്ലാം ഉണ്ട് എന്ന് തന്നെ പറയാം. അപ്പം പിന്നെ ബാക്കി ഞാൻ വീട്ടിൽ ചെന്നിട്ട് എഡിറ്റ് ചെയ്യാം കേട്ടോ. വണ്ടി ഒന്ന് പുറത്തോട്ട് ഇറക്കട്ടെ. അങ്ങനെ ബ്ലോക്കിനടയ്ക്കുന്ന വണ്ടിയൊക്കെ ഇളക്കിയെടുത്തു കേട്ടോ. പിന്നെ പറയാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇക്കൊല്ലത്തെ ഞങ്ങളുടെ കണ്ടച്ചിറ കരേൻ്റെ ഉത്സവത്തിൻ്റെ അന്ന് പാമ്പാടി രാജനായിരുന്നു കേട്ടോ മെയിനായിട്ട്. ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ടിട്ടാണ് നാക്ക് കുഴയുന്നത്.
തിടമ്പ് എഴുന്നള്ളിക്കാൻ വേണ്ടിയിട്ട് പാമ്പാടി രാജനുണ്ടായിരുന്നു. അതുപോലെ തന്നെ വേറെ ചിറക്കൽ, അയ്യോ പേര് ഞാൻ മറന്നുപോയി. എന്തായാലും മൊത്തം 7 ആനയുണ്ടായിരുന്നു. പിന്നെ പഞ്ചാരി മേളം ഉണ്ടായിരുന്നു. ഒരുവിധം ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷെ എല്ലാം കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാര്യം ഞങ്ങൾ ഉത്സവം കണ്ടുകൊണ്ടിട്ട് ഉത്സവം സ്റ്റാർട്ട് ചെയ്തെടുത്തുനിന്ന് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അന്നേരം വീട്ടിൽ നിന്ന് കോള് വന്നു, ദേവിക്ക് സുഖമില്ലാന്ന് പറഞ്ഞിട്ട് അനിയത്തിക്ക്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോരുന്നിട്ട് പിന്നെ അവളെ ഒരുക്കി കൊണ്ടിട്ട് ഞങ്ങൾ പിന്നെ അമ്പലപ്പറമ്പിൽ പോയി. അതായത് പനയത്ത് അമ്പലത്തിൽ പോയി അവിടെ നിന്ന് കുറേ നേരം കണ്ടതിന് ശേഷമാണ് പിന്നെ തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നത്. ചെറിയ ചെറിയ വിഷമങ്ങളൊക്കെ ഉണ്ടായി എങ്കിലും എല്ലാം നല്ല വിധത്തിൽ ഭംഗിയായിട്ട് തന്നെ നടന്നു. ഉത്സവമായാലും അതുപോലെ തന്നെ നമ്മൾ വിചാരിച്ച നേർച്ചകളായാലും എല്ലാം നല്ല രീതിയിൽ കഴിഞ്ഞതിൻ്റെ സന്തോഷം. പിന്നെ ഞാൻ പറഞ്ഞ കണക്ക് എല്ലാം കഴിഞ്ഞു പോയല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു ചെറിയ വിഷമവും. അതെല്ലാവർക്കും അങ്ങനെ ആയിരിക്കുമല്ലോ. എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എക്സൈറ്റ്മെൻറ്റോടെ ഇങ്ങനെ കാത്തിരുന്നിട്ട് ആ ഒരു കാര്യം കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര വിഷമമായി. എനിക്കിതുപോലെ കേട്ടോ എൻ്റെ എൻഗേജ്മെൻറ്റിൻ്റെ സമയത്ത് ഞാൻ ഇങ്ങനെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിൽ കാത്തിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര സങ്കടമായിരുന്നു. അതുപോലെയാണ് കല്യാണം. എല്ലാം ഇങ്ങനെ കാത്തിരുന്നു, അത് കഴിഞ്ഞപ്പോഴത്തേനും ഭയങ്കര സങ്കടമായിരുന്നു. എല്ലാം അതുപോലെ തന്നെയാണ്. നമ്മൾ ഓരോ കാര്യങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും. അത് കഴിയുമ്പോഴത്തേനും ഭയങ്കര സങ്കടമായിരിക്കും. അയ്യോ അത് കഴിഞ്ഞല്ലോ, ഇനി അത് എപ്പോഴുണ്ടാവുക അല്ലെങ്കിൽ എപ്പോഴാണ് നടക്കുക എന്നൊക്കെ ഓർത്തിട്ട് ചെറിയൊരു സങ്കടം ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് പൂരം, നമ്മൾ കണ്ടച്ചിറക്കരയുടെ പൂരം എന്നും പറഞ്ഞിട്ട് തന്നെയാണ് കേട്ടോ ഇപ്രാവശ്യം പിള്ളേരെ ഇറക്കിയിട്ടുണ്ടായിരുന്നത്. ആനകളെല്ലാം ഇങ്ങനെ നിരന്ന് നിൽക്കുന്ന കാണാൻ നല്ല ഭംഗിയായിരുന്നു. കാര്യം ഞങ്ങളുടെ കരയുടെ 12 കരക്കാരുടെ അമ്മയാണ് പനയത്തമ്മ. പക്ഷെ ഞങ്ങളുടെ കരയുടെ അന്നാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കായി നല്ല രീതിയിൽ നടന്നത് നമ്മൾ കരയുടെ ഉത്സവത്തിനായിരുന്നു. ഉത്സവം കണ്ടിട്ടുള്ളവരുണ്ടെങ്കിൽ അറിയാൻ പറ്റും. ഈ 12 ദിവസത്തെ ഉത്സവം വെച്ച് നോക്കുമ്പം ഏറ്റവും ബെറ്ററായിട്ട് തോന്നിയത് അന്നത്തെ ആയിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ഇന്നത്തെ ഉത്സവം അതും നല്ല അടിപൊളി ഉത്സവമായിരുന്നു. പക്ഷേ ബ്ലോക്കിൽ പെട്ടുപോയി. അതുകൊണ്ടിട്ട് ചെറുതായിട്ട് ഒന്ന് കുഴഞ്ഞു പോയി, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു കുട്ടി വ്ളോഗല്ല, അത്യാവശ്യം വലിയ ഒരുപാട് ലെങ്ത് ഇല്ല എങ്കിലും അത്യാവശ്യം ലെങ്തുള്ള നല്ലൊരു വ്ളോഗായിരുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് കുടമാറ്റത്തിന് വേണ്ടിയിട്ട് ആനേനെ ഇറക്കുന്നതാണ് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ പൂരം ആനകളെല്ലാം എഴുന്നള്ളത്ത് വന്നതിന് ശേഷം ദേവീനെ മുഖം കാണിച്ച് പുറത്തിറങ്ങിയതിന് ശേഷമാണ് ബാക്കി പരിപാടികൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആനകളെല്ലാം കൂടെ നിരത്തി നിർത്താൻ വേണ്ടിയിട്ടുള്ള പരിപാടി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ചൂടായതുകൊണ്ടിട്ട് എല്ലായിടവും വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, ചൂടാണ്, ആനകൾക്ക് മതപ്പാടുണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിട്ട്. കാര്യം നമ്മൾ ശ്രദ്ധിക്കണമല്ലോ. അവർ പറയുന്നെങ്കിലും നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ തന്നെ ശ്രദ്ധിക്കണം. എനിക്കെപ്പോഴും പറയാനുള്ള കാര്യം അതേ ഉള്ളൂ, നമ്മുടെ കാര്യം നമ്മൾ തന്നെ നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ഓൾ. ബൈ.